ഖത്തറിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. സെപ്റ്റംബർ 9 ഏതാണ്ട് 15ഓളം ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ദോഹയിലെത്തിയാണ് ആക്രമണം നടത്തിയത്. ഹമാസ് നേതാക്കളായിരുന്നു ആക്രമണത്തിന്റെ ലക്ഷ്യം. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ കടന്നു കയറി 1219 പേരെ വധിച്ചു. 251 പേരെ ബന്ദികളാക്കി. അതിനുശേഷം ഗാസയിൽ ഹമാസ് ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചു. ഇപ്പോൾ ഏതാണ്ട് 64,000-ലേറെ പലസ്തീൻകാരെ ഇസ്രയേൽ വധിച്ചു കഴിഞ്ഞു. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള മധ്യസ്ഥ ചർച്ചയിലെ പ്രധാന മധ്യസ്ഥ രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഖത്തർ. പിന്നൊന്ന് ഈജിപ്റ്റാണ്. പലതവണ ചർച്ചകൾ നടന്നു ഈ ഹമാസ് ഇസ്രയേൽ വെടിനിർത്തലുണ്ടാക്കാൻ. പക്ഷെ ഒന്നും പൂർണ്ണമായ ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല. ഈ കൊല്ലം ജൂൺ മുതൽ ചർച്ച ഏതാണ്ട് മരവിച്ച മട്ടാണ്. അപ്പോഴാണ് അമേരിക്ക വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ആ നിർദ്ദേശം സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ചർച്ച ചെയ്യാൻ ഹമാസ് നേതാക്കൾ യോഗം കൂടുമ്പോഴാണ് ഇസ്രയേലിൻ്റെ ആക്രമണം നടന്നതെന്നാണ് റിപ്പോർട്ട്. ഗാസയിൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഹമാസിൻ്റെ പ്രധാന നേതാക്കളെയെല്ലാം ഇസ്രയേൽ വധിച്ചു. ഇപ്പോൾ ഖലീൽ അൽ ഹയ്യയാണ് ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ വിഭാഗത്തിൻ്റെ ആക്ടിംഗ് തലവൻ. ഖലീൽ അൽ ഹയ്യയും മറ്റൊരു പ്രധാന നേതാവായ ഖാലിദ് മെഷാലുമായിരുന്നു ഇസ്രയേലിൻ്റെ ലക്ഷ്യം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 1997 മെഷാലിനെ വധിക്കാൻ ഇസ്രയേൽ ശ്രമിച്ചിരുന്നു, പക്ഷേ നടന്നില്ല. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ അൽ ഹയ്യയുടെ മകൻ ഹമ്മാം ഉൾപ്പെടെ 6 പേർ മരിച്ചു. മരിച്ച 6 പേരിൽ ഒരാൾ ഹമാസ് അംഗമല്ല, ഖത്തറിലെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനാണ്. ഗാസയിൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഹമാസുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് പല രാജ്യങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തി. ഹമാസിന് പിന്തുണ നൽകുന്ന ഇറാനിൽ ആക്രമണം നടത്തി, ലെബനനിൽ ആക്രമണം നടത്തി, വെസ്റ്റ് ബാങ്കിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും ഈ ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ ആസ്ഥാനമായിരുന്ന ഖത്തറിനെ വെറുതെ വിട്ടു. പക്ഷേ ഇപ്പോൾ ഖത്തറിലും ബെഞ്ചമിൻ നെതന്യാഹു ബോംബിട്ടിരിക്കുന്നു. ഖത്തറിലെ ആക്രമണം വാസ്തവത്തിൽ നെതന്യാഹുവിൻ്റെ ഒരു വലിയ ചൂതാട്ടമാണെന്ന് പറയാം. ഖത്തർ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിലുള്ള ഏറ്റവും വലിയ സേനാ താവളം ഖത്തറിലാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ഖത്തറിൽ ആക്രമണം നടത്തി. അതിന് കാരണം പറഞ്ഞത് സെപ്റ്റംബർ 8 ജെറുസലേമിൽ നടന്ന ആക്രമണമാണ്. ആ ആക്രമണത്തിൽ 6 പേർ മരിച്ചു. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഹമാസിൻ്റെ സായുധ സംഘമായ അൽ ഖസാം ബ്രിഗേഡ് ഏറ്റെടുത്തിരുന്നു. ഇതിനുള്ള പ്രതികാര നടപടിയായിട്ടാണ് ഖത്തറിൽ ഹമാസിൻ്റെ നേതാക്കളെ ആക്രമിച്ചത് എന്നാണ് നെതന്യാഹു പറയുന്നത്. GCC അംഗരാജ്യമാണ് ഖത്തർ. GCC രാജ്യങ്ങൾക്കെല്ലാം അമേരിക്കയുടെ ഒരു സുരക്ഷാ ഉറപ്പുണ്ട്. അവരെ ആരാക്രമിച്ചാലും അമേരിക്കയുടെ ഒരു സംരക്ഷണം ഉണ്ടാകും എന്നാണ് ഈ ഉറപ്പ്. പക്ഷേ ഈ ഉറപ്പൊന്നും ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് പ്രശ്നമായില്ല. ആക്രമണത്തിന് മുമ്പ് ഇക്കാര്യം അമേരിക്കയെ അറിയിച്ചിരുന്നു എന്ന് ഇസ്രയേൽ പറയുന്നു. പക്ഷേ ഇത് വളരെ മുമ്പേ അറിയിച്ചില്ല, ആക്രമണം നടത്താൻ പോകുമ്പോഴാണ് അറിയിച്ചത് എന്ന രീതിയിലാണ് വൈറ്റ് ഹൗസ് പറഞ്ഞത്. ഇസ്രയേൽ ആക്രമണം നടത്താൻ വരുന്നു എന്നുള്ള കാര്യം ഖത്തറിനെ അമേരിക്ക അറിയിച്ചു എന്നും പറഞ്ഞു. എന്തായാലും ട്രംപ് അറിഞ്ഞു ഈ ആക്രമണം എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ഇസ്രയേൽ ഇങ്ങനെയൊരു ആക്രമണം ഖത്തറിൽ നടത്തുന്നതിന് എന്താണ് കാരണം? ജെറുസലേമിലെ ആക്രമണം മാത്രമാണോ ഇപ്പോൾ ഇങ്ങനെയൊരു ആക്രമണം ഖത്തറിൽ നടത്താൻ കാരണം എന്നാലോചിക്കണം. ഗാസ യുദ്ധം 2 വർഷം തികയാൻ ഇനി 1 മാസമേ ഉള്ളൂ. ഇപ്പോൾ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ യോഗം ചേരുകയാണ്. ഈ യോഗത്തിൽ പല പാശ്ചാത്യ രാജ്യങ്ങളും ഫ്രാൻസ്, ബ്രിട്ടൻ, ഓസ്ട്രേലിയ തുടങ്ങിയവ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പൊതുസഭാ യോഗം തുടങ്ങിയ വേളയിലാണ് ഇസ്രയേൽ ഖത്തറിൽ ആക്രമണം നടത്തിയത്. ഖത്തറിൻ്റെ പരമാധികാരത്തിൻ്റെ മേലുള്ള ലംഘനമാണിതെന്ന് ഖത്തർ പറഞ്ഞു. വിവിധ അറബ് രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളും ഇതിനെ അപലപിച്ചു. പക്ഷേ 1967 സംഭവിച്ചതുപോലെ ഒരു അറബ് ഇസ്രയേൽ യുദ്ധം ഇപ്പോൾ ഉണ്ടാകുമോ എന്ന ആശങ്കയ്ക്ക് ഇടയില്ല. കാരണം ഗാസയിലെ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന ആഗ്രഹത്തിലാണ് എല്ലാ രാജ്യങ്ങളും. ആ സമയത്ത് പശ്ചിമേഷ്യയെ തുറന്ന യുദ്ധത്തിലേക്ക് എത്തിക്കുന്ന എന്തെങ്കിലും നടപടികൾ അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് കരുതാൻ വയ്യ. പക്ഷേ ഗാസ യുദ്ധം തുടങ്ങിയതിനു ശേഷം പല രാജ്യങ്ങളിലെയും ജൂതവംശജർക്ക് നേരെയും സിനഗോഗുകൾക്ക് നേരെയും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇപ്പോഴത്തെ ആക്രമണം ഇസ്രയേലും അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സങ്കീർണമായി ബാധിക്കാൻ സാധ്യതയേറെയാണ്. ഇസ്രയേലിനെയും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളെയും എങ്ങനെയെങ്കിലും ഒരുമിപ്പിക്കാമെന്ന് ട്രംപ് കരുതിയിരിക്കുമ്പോഴാണ് നെതന്യാഹു ഖത്തറിൽ ആക്രമണം നടത്തിയത്. അമേരിക്കയും ഇസ്രയേലും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ അത് സങ്കീർണമാക്കും. മാത്രമല്ല, ട്രംപ് സർക്കാർ അടുത്തിടെ മുന്നോട്ട് വെച്ച ഗാസ വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യാനാണ് ഹമാസ് നേതാക്കൾ ദോഹയിൽ ഒത്തുകൂടിയതെന്നാണ് റിപ്പോർട്ട്. ഇസ്രയേലിന് മെച്ചം കിട്ടുന്ന വെടിനിർത്തൽ നിർദ്ദേശമായിരുന്നു അമേരിക്കയുടേത്. ഹമാസിൻ്റെ പക്കൽ ജീവനോടെയും അല്ലാതെയും അവശേഷിക്കുന്ന
48 ഇസ്രയേലി ബന്ദികളെ ഉടൻ മോചിപ്പിക്കുക എന്ന വ്യവസ്ഥ അതിലുണ്ടായിരുന്നു. താൽക്കാലിക വെടിനിർത്തലും സ്ഥിര വെടിനിർത്തലിന് ട്രംപ് ഇസ്രായേലിനെ പ്രേരിപ്പിക്കും എന്ന വാഗ്ദാനവും ഉണ്ടായിരുന്നു. ഇസ്രയേലിന് ദോഹ ആക്രമണത്തോടെ ചർച്ച ഏതാണ്ട് വഴിമുട്ടും എന്ന സ്ഥിതിയാണ്. ചർച്ചയിലെ മധ്യസ്ഥ റോൾ ഖത്തർ ഉപേക്ഷിച്ചേക്കാം. ഇനി ചർച്ച തുടർന്നാൽ തന്നെ മറ്റൊരു മധ്യസ്ഥ രാജ്യമായ ഈജിപ്തിലാകാനാണ് സാധ്യത. വിദേശത്ത് താവളമാക്കിയിരിക്കുന്ന ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടാൽ ഗാസയിലെ ഇസ് അൽദീൻ അൽ ഹദദ് ആകും വെടിനിർത്തൽ കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഹമാസിന്റെ ഗാസയിലെ സേനാ വിഭാഗത്തിന്റെ കമാൻഡറാണ് ഹദദ്. സായുധ പോരാളി എന്നതിനപ്പുറം ഒരുവിധ രാഷ്ട്രീയ നയതന്ത്ര പരിചയവും ഹദദിനില്ല എന്നാണ് റിപ്പോർട്ട്. അതും സമാധാന ചർച്ചയെ ബാധിക്കാം. ദോഹയിലെ ആക്രമണം ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇസ്രയേലിൽ പ്രശംസ നേടിക്കൊടുത്തേക്കും. ഗാസയിൽ നിന്ന് പലസ്തീൻകാരെ ഓടിച്ച് അവിടം ഇസ്രയേൽ കൈയടക്കണമെന്ന് വാദിക്കുന്നവരാണ് നെതന്യാഹുവിൻ്റെ തീവ്ര വലതു സഖ്യകക്ഷികൾ. ഖത്തർ ആക്രമണം അവരെ സന്തോഷിപ്പിക്കാം. എന്നാൽ ഗാസയിൽ ജീവനോടെ അവശേഷിക്കുന്ന ബന്ദികളെ അത് ബാധിക്കും എന്ന ആശങ്കയാണ് ബന്ദികളുടെ ബന്ധുക്കൾക്ക്. അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സമവാക്യവും ഇളകാം. അമേരിക്ക നൽകിയ സുരക്ഷാ ഉറപ്പിൽ വിശ്വസിച്ചിരുന്നു GCC രാജ്യങ്ങൾ. പക്ഷേ ആ ഉറപ്പിന് ബലമില്ലാതായിട്ട് കുറച്ചു നാളായി. സൗദി എണ്ണപ്പാടങ്ങളിൽ 2019 ഇറാൻ ആക്രമണം നടത്തി. UAEയുടെ തലസ്ഥാനമായ അബുദാബിയിൽ 2022 ഇറാൻ പിന്തുണയുള്ള സായുധ സേനാംഗങ്ങൾ ആക്രമണം നടത്തി. ഇക്കഴിഞ്ഞ ജൂണിൽ ഇറാൻ ഖത്തറിലെ വ്യോമതാവളങ്ങളിലേക്ക് മിസൈലുകൾ അയച്ചു. ഇപ്പോഴിതാ ഖത്തറിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. താലിബാനുമായുള്ള ചർച്ച സഫലമാക്കാൻ ഉൾപ്പെടെ ഒന്നാം ഭരണകാലത്ത് ട്രംപിന് തന്ത്രപരമായി പല നേട്ടങ്ങളും സമ്മാനിച്ച രാജ്യമാണ് ഖത്തർ. ഇത്തവണ അവർ ട്രംപിന് ഒരു ആഡംബര വിമാനം പോലും നൽകി. പക്ഷേ അതൊന്നും ഖത്തറിന് സുരക്ഷ നൽകിയില്ല. ഏതാനും മാസങ്ങളായി ഗൾഫ് രാജ്യങ്ങൾ ഭയന്നിരുന്ന കാര്യങ്ങൾ സംഭവിക്കുകയാണ് എന്ന് വേണം കരുതാൻ. ആരെയും കൂസാത്ത, ആരാലും നിയന്ത്രിക്കാനാകാത്ത ഇസ്രയേൽ പശ്ചിമേഷ്യയിലെ അനിഷേധ്യ ശക്തിയായി മാറിയേക്കും എന്നതാണ് അതിലൊന്ന്. ഗാസയിലെ യുദ്ധം ഇനിയും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബാധിച്ചേക്കാം എന്നതാണ് മറ്റൊന്ന്. പക്ഷേ കാര്യങ്ങളെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ സംയമനം പാലിക്കാനാണ് സാധ്യത.